ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ എല്ലാ ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് തുറമുഖത്തെ വിളക്കുമാടം നോക്കുക പതിവായിരുന്നു. ഇത് കണ്ട് ഒരു യുവ നാവികൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും അങ്ങ് ഈ വിളക്ക് എപ്പോഴും നോക്കുന്നത്? ക്യാപ്റ്റൻ മറുപടി പറഞ്ഞു, കടലിൽ പല കാറ്റുകളും തിരകളും വരുമ്പോൾ ഈ വിളക്കാണ് എൻ്റെ ദിശ ശരിയാണെന്ന് എനിക്ക് ഉറപ്പ് നൽകുന്നത്. അതുപോലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ വിളക്ക് മണമാണ്. ഓരോ ദിവസവും ഓരോ തീരുമാനത്തിന് മുൻപും പിൻപും ഓരോരോ പ്രശ്നത്തിനിടയിലും ദൈവത്തെ നോക്കുമ്പോൾ അവിടെ നമ്മുടെ വഴി തെളിഞ്ഞു വരും. ഇത് യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, സങ്കീർത്തനം 5:3. രാവിലെ പ്രാർത്ഥിക്കുന്നത് ആ ദിവസം മുഴുവൻ ദൈവത്തിന്റെ നടത്തിപ്പിൽ ഏൽപ്പിക്കുന്നതിന്റെ അടയാളമായി കരുതാം. സങ്കീർത്തനം 55:17 സങ്കീർത്തക്കാരൻ ഇങ്ങനെ പറയും, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന്. ദാവീദ് വീണ്ടും പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സങ്കീർത്തനം 4:8. രാത്രി പ്രാർത്ഥന എന്നത് ദൈവം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുവാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുവാനും കഴിയും. യേശു പറഞ്ഞു, മടുത്തു പോകാതെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ലൂക്കോസിന് സൂചന 18:1 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. 1 തെസ്സലോനിക്കർ 5:16. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതായത് 24 മണിക്കൂർ മുട്ടിന്മേൽ നിന്നും പ്രാർത്ഥിക്കണമെന്നാണോ? ശ്രദ്ധിക്കുക, പ്രാർത്ഥന ഒരു സമയക്രമമല്ല, നേരെ മറിച്ച് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ്. പ്രാർത്ഥിക്കുന്നവർ ഉത്തരവാദിത്വത്തോടുകൂടി അധ്വാനിക്കുകയും ജ്ഞാനത്തോടെ ജീവിതം ക്രമീകരിക്കുകയും വേണം. ബൈബിൾ പ്രാർത്ഥനയെയും അധ്വാനത്തെയും ഒരുപോലെ വിലമതിക്കുന്നു. ഇന്ന് പലരും മറക്കുന്ന കാര്യം ഇതാണ്. നെഹമ്യാവ് 4:9 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവരുടെ നിമിത്തം രാവും പകലും കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അതായത് പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥനയില്ലാത്ത അധ്വാനം അഹങ്കാരത്തിലേക്കും അധ്വാനമില്ലാത്ത പ്രാർത്ഥന അലസതയിലേക്കും നയിക്കും. ബൈബിൾ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയും അധ്വാനവും ഒരുമിച്ചുള്ള ജീവിതമാണ്. പ്രാർത്ഥിക്കണമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ദൈവത്തോടൊപ്പം നടക്കുകയും ദൈവത്തോടൊപ്പം വസിക്കുകയും ചെയ്യുക എന്നതാണ്. ദൈവ വചനമനുസരിച്ച് ന്യായം പ്രവർത്തിച്ച് ദയാതൽപരരായി ദൈവം മുൻപാകെ താഴ്മയോടെ ജീവിക്കുന്നതാണ് ദൈവത്തോടുകൂടെ നടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീഖ പ്രവചനം 6:8 ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ പിന്നെ കാണാതെയായി. ഉൽപ്പത്തി പുസ്തകം 5:24. ഹാനോക്ക് വലിയ പ്രാസംഗികമൊന്നും ആയിരുന്നില്ല, അതുപോലെ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. ഒരു സാധാരണ മനുഷ്യൻ, അവൻ ദൈവത്തോടു കൂടെ നടന്നു. ഒരു കുട്ടി ദിവസവും തൻ്റെ പപ്പയോടൊപ്പം സ്കൂളിലേക്ക് കടന്നു പോകും. അതുപോലെ പപ്പ വഴി കാണിക്കും, മകൻ അതിനെ പിന്തുടരും. വൈകുന്നേരം വീട്ടിലെത്തിയാൽ പപ്പയോടൊപ്പം ഭക്ഷണം കഴിക്കും, സംസാരിക്കും, ഒന്നിച്ച് കിടന്നുറങ്ങും. നടക്കുന്നത് കൊണ്ട് വഴി മനസ്സിലാകും, പിതാവിനെ പിന്തുടരുവാൻ അവൻ പഠിച്ചു. മാത്രമല്ല അപ്പനോടൊപ്പം വസിക്കുന്നത് കൊണ്ട് അതായത് അവന് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെയാണ്.